വലിയൊരു ഒരു കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒക്കെ പറയുന്ന ഒരു ജനാധിപത്യ സർക്കാർ, ജനാധിപത്യത്തിലും തെരഞ്ഞെടുപ്പ് സർക്കാർ ഇങ്ങനെ ഒരു മതപരമായ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ശരിയാണ് എന്ന് മാത്രമല്ല, ശബരിമല വിഷയത്തിലടക്കം ഭക്തന്റെ ഭാഗത്ത് നിൽക്കാത്ത സർക്കാരായിരുന്നു ഇത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അത് ഇഷ്ടമില്ലാത്ത അച്ച് തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ അവരത് പറയും, അതിന് പറയണം. ഇതുകൊണ്ട് സെക്രട്ടറിയുടെ ഒരു അഭിപ്രായത്തിൽ എന്ത് പ്രയോജനമായിരിക്കും ശബരിമലയ്ക്ക് ഉണ്ടാവുക? ശബരിമലയ്ക്ക് മാത്രമല്ല, ഇന്ത്യക്ക് തന്നെ വലിയ പ്രയോജനം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ ഇതിനെ ചെറുതായി കാണരുത്. ഇത് വലിയൊരു മഹാസംഭവമായിട്ട് മാറാൻ പോവുകയാണ്. നമ്മൾ അയ്യപ്പനെ മാത്രമായിട്ട് ഒതുക്കാതെ നിങ്ങളിതിൻ്റെ ഒരു വിശാല വീക്ഷണത്തിൽ നിങ്ങൾ ചിന്തിക്കുക. കോൺഗ്രസ്സുകാരായാലും ബി ജെ പിക്കാരായാലും ഇപ്പോൾ പിണറായി ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കുറ്റം പറയരുത്. അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഇലക്ഷന് മുമ്പായിരുന്നല്ലോ ഈ സ്ത്രീ പ്രവേശനമായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നവും അന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ ഇലക്ഷൻ നടന്നത്. എന്നിട്ട് 99 സീറ്റോട് കൂടി പിണറായി തന്നെ ജയിച്ചില്ലേ. അപ്പോൾ അതിനകത്തൊന്നും ഒരർത്ഥമില്ല. കാരണം ഈ സംഗമം നടക്കുന്നതോടുകൂടി ഇന്ന് ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ ശബരിമല അറിയാം. ഇപ്പോൾ ഇത് നടത്തുന്നതോടുകൂടി ലോക പ്രസിദ്ധമാകുന്നു, കൂടുതൽ പ്രസിദ്ധി വരുന്നു. അതോടൊപ്പം തന്നെ അവിടെ വരാൻ പോകുന്ന വലിയ ഭൗതിക സാഹചര്യങ്ങൾ ഭക്തർക്ക് വേണ്ടിയിട്ട് കൂടുതൽ വ്യാപകമായ രീതിയിൽ അവിടെ തയ്യാറെടുക്കാൻ പോവുകയാണ്. കോടാനുകോടി രൂപ അതിലേക്ക് മുടക്കാൻ സന്മനസ്സുള്ളവരും സർക്കാരും അതുപോലെ സ്പോൺസേഴ്സും തയ്യാറാകാൻ ഉള്ള സാധ്യത ഉള്ളതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇഷ്ടംപോലെ സമ്പത്ത് സ്വദേശം ഇവിടിപ്പോൾ വരുന്ന ഇവിടെ കേരളം, ആന്ധ്ര, കർണാടക, തമിഴ്നാട് ഇവിടെയാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേര് വരും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് തന്നെ ഇന്ന് അയ്യപ്പനറിയാം. അയ്യപ്പ ഭക്തരുമുണ്ട്. അയ്യപ്പൻ്റെ ഭക്തിയും അതുപോലെ തന്നെ പ്രസക്തിയും കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണിത്. അതോടുകൂടി തന്നെ കേരളത്തിലേക്ക് എന്തുമാത്രം ഭക്തർ, അതോടൊപ്പം തന്നെ എന്തുമാത്രം ഭക്തരെന്ന് മാത്രമല്ല, ഈ കേരളത്തിലല്ല ഇന്ത്യയിലേക്ക് തന്നെ വിദേശ പണം എന്തുമാത്രം വരും. നിങ്ങൾ എത്രയോ വണ്ടി ഓടുമ്പോൾ അതിന് ഇടയ്ക്ക് വരുന്ന ടാക്സ് എത്രയോ ഈ ഇന്ത്യ ഗവൺമെൻറ് കിട്ടും. ഈ പെട്രോൾ അടിക്കുമ്പോൾ ആ പെട്രോളിൽ നിന്ന് കിട്ടുന്ന ടാക്സ് എന്തുമാത്രം വണ്ടിയാണ് കൂടുതൽ ഓടാൻ പോകുന്നത്. ഓട്ടെ, ഈ ഭക്തർ ഉപയോഗിക്കുന്ന മുണ്ടായിട്ട്, തോർത്തായിട്ട്, മാലയായിട്ട്, കർപ്പൂരമായിട്ട്, സാമ്പ്രാണിയായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകൾക്കെല്ലാം എന്തുമാത്രം വരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ കേരളത്തിന് ഒരുപാട് സമ്പത്ത് വിവിധ മേഖലയിൽ ഗവൺമെൻറ്റിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ലഭിക്കാൻ ഒക്കുന്ന വലിയൊരു ബൃഹത്തായ ഒരു സംരംഭമാണ്. ഇതിന് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചെല്ലാനും കാണാനും ഭജിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ ഏക ക്ഷേത്രം ശബരിമല മാത്രമാണ്. അതിന് കക്ഷിരാഷ്ട്രീയം പറഞ്ഞ്, പിണറായിയെ പറഞ്ഞും സ്ത്രീപ്രശ്നം പറഞ്ഞും ഇന്ന് സമയം കളയേണ്ടതല്ല ആവശ്യം. അതിനോട് സഹകരിച്ച് അയ്യപ്പനോടുകൂടി ഭക്തിയോടുകൂടി പ്രവർത്തിച്ച് അതിനെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാ രാഷ്ട്രീയക്കാരുടെ ചുമതലയും എല്ലാ ഭക്തരുടെയും ചുമതല. അതിന് തിരിഞ്ഞു നിന്ന് കുത്താൻ ശ്രമിക്കുന്നവർ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതല്ലാതെ ഈ സംരംഭത്തിന് യാതൊരു കുറവും വരാതെ ഭക്തജനങ്ങൾ ഇത് രണ്ട് കൈയും ഇപ്പോഴേ സ്വീകരിച്ച് കഴിഞ്ഞു. ഇനി സാങ്കേതികമായ ചില ചർച്ചകളും സംവാദങ്ങളും നടത്താനുള്ള അവസരം വരെ തരികയാണ്. അവസരത്തിൽ വരെ ആ യോഗത്തിൽ വരെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉണ്ടെങ്കിൽ പറയും, അത് അവർ കേൾക്കും. പ്രായോഗികമായിട്ടുള്ളത് സ്വീകരിക്കും. അതിനെല്ലാവരും സഹകരിക്കുക. അവിടെയും ഇവിടെയും നിന്ന് പത്രപ്രസ്താവന ഇറക്കിയിട്ട് കാര്യമുണ്ടോ? ബി ജെ പിക്കാരൊന്നും എതിർക്കൊന്നും വരെ പറഞ്ഞിട്ടില്ല, അവർ വരികയില്ലെന്ന് പറഞ്ഞിട്ടില്ല, അവർ അവിടെ വന്ന് നിസ്സഹരിക്കുമെന്നും പറഞ്ഞിട്ടില്ല. കുമ്മനത്തിനെന്ന് ഞാൻ കേട്ടതാണ്, ശരിയതൊക്കെയാണെന്ന് തരുന്നില്ല. കുമ്മനം വരെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഞങ്ങളാരും പോകരുതെന്നോ നിസ്സഹരിക്കുന്നൊന്നും പറയുന്നില്ല എന്ന് കുമ്മനം വരെ പറഞ്ഞിട്ടുണ്ട്.